ആട് ത്രീ സിനിമയുടെ സ്റ്റോറി എന്തായിരിക്കും എന്നുള്ളതാണ് ഇപ്പം ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ചെറുതായിട്ടൊന്ന് അറിഞ്ഞ കാര്യമാണ്. വിജയബാബുവിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ പറഞ്ഞാണ് ഇതൊരു ടൈം ട്രാവൽ പരിപാടി ആയിരിക്കും, പാസ്റ്റും പ്രസൻറ്റും കൂടെ ആണെങ്കിൽ കണക്റ്റായി പോകുന്നൊരു പരിപാടി ആയിരിക്കും എന്നുള്ളത്. അപ്പം ഈ സിനിമ തുടങ്ങുന്നതും നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ എവിടെ കൊണ്ടാണ് അവർ നിർത്തിയത് അവിടെ നിന്നാണ് ആ ഒരു പടം തുടങ്ങുന്നത്. കാരണം അത്രയും രൂപ ഡോളർ ഇവരുടെ കിട്ടി, ആ ഡോളർ കൊണ്ട് ഇവരെന്ത് ചെയ്തു, അങ്ങനെ പല കാര്യങ്ങളിൽ നിന്നാണ് ഈ ഒരു സ്റ്റോറി പോകുന്നത്. നമ്മൾ കണ്ടാണ് പാസ്റ്റ് പോർഷനിലെ പോസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു വലിയൊരു പരിപാടി അതിനകത്ത് ഉണ്ടായിരുന്നെന്ന്. അതുപോലെ തന്നെ ഇപ്പം പ്രസൻറ്റ് പോർഷനിലെ പോസ്റ്റർ വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും കാത്തിരുന്ന OG ഷാജി പാപ്പനും പിള്ളേരും എല്ലാവരും ആ ഒരു പോസ്റ്ററിനകത്തുണ്ട്. പിന്നെ ഒരു കല്ലുകടിയായിട്ട് തോന്നിയ വിഷയം എന്ന് വെച്ചാൽ പോസ്റ്റേഴ്സിൻ്റെ ക്വാളിറ്റി ഭയങ്കര മോശമായിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. എല്ലാ പോസ്റ്ററും അല്ല, ഷാജി പാപ്പൻ്റെ പോസ്റ്റർ അടിപൊളിയാണ്, നമ്മുടെ സാത്താൻ സൈബറിൻ്റെ പോസ്റ്റർ കിടിലമാണ്, ഡൂഡിൻ്റെ പോസ്റ്റർ കിടിലമാണ്, പിന്നെ നമ്മുടെ അർക്കിലബുവിൻ്റെ പോസ്റ്റർ കിടിലമാണ്, പിന്നെ ഷമീറിൻ്റെ പോസ്റ്റർ, പിന്നെ ഈ നമ്മുടെ ഈ ധർമ്മജൻ്റെ ഒക്കെ പോസ്റ്ററാണ് ഏറ്റവും മോശമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഒരു കണ്ണൊക്കെ അടഞ്ഞ് ഒരു കണ്ണൊക്കെ തുറന്ന് നമ്മൾ ഈ ChatGPT-യിലൊക്കെ എഡിറ്റ് ചെയ്യാൻ നേരമാണെങ്കിൽ കറക്റ്റ് ആയിട്ട് വരത്തില്ലല്ലോ, ചില സമയത്ത് ഒരു കണ്ണൊക്കെ ഇല്ലാതൊക്കെ വരത്തില്ലേ, ആ ഒരു രീതിയിലൊക്കെയാണ് വന്നിരിക്കുന്നത്. എനിക്കിനി തോന്നിയത് ഈ അങ്ങനെ വല്ലതും ചെയ്താണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കുറച്ചുകൂടെ ഒക്കെ ഒന്ന് നന്നാക്കായിരുന്നു ആ പോസ്റ്റേഴ്സും ഒക്കെ. പക്ഷെ നന്നായിട്ട് വന്നതൊക്കെ അടിപൊളി സാധനങ്ങളായിട്ടുമാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമയുടെ സ്റ്റോറിയുടെ കാര്യത്തിലാണെങ്കിൽ ഭയങ്കര ഒരു ചർച്ചയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ആണെങ്കിൽ ഡൂഡിൻ്റെ പോസ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തറിയാൻ സാധിക്കും ബാക്കിൽ ഒരു കാറോ എന്തോ ഒരു സംഭവം ഇങ്ങനെ കത്തിച്ചിട്ട് അവർ നിൽക്കുന്ന നിപ്പാണ്. അവർ കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ ഇടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ആണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു സിനിമയ്ക്കകത്ത് നമ്മൾ ഷാജി പാപ്പൻ്റെ പോസ്റ്റർ ഇപ്പോൾ വന്നിരിക്കുന്നത് ഷാജി പാപ്പനും ഇങ്ങനെ ഫ്രണ്ടിൽ ഓടുന്നു, അവരുടെ ഷാജി പാപ്പൻ്റെ പിള്ളേരായിട്ടുള്ള ഗ്യാങ് മൊത്തം ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഗ്യാങ്ങിൽ പുതുതായിട്ട് ഫുക്രു ഒക്കെ വന്നിട്ടുണ്ട്. ഫുക്രുവിനെ അപ്പം എങ്ങനെയാണ് ഇനി ഒരു സിനിമ കാണിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഈ പോസ്റ്റേഴ്സിൽ തന്നെ ആണെങ്കിൽ അതിൻ്റെ സീൻസും കാര്യങ്ങളൊക്കെ അവർ ലൈറ്റായിട്ടൊന്ന് എന്താണ് ഇതിലൊരു പ്രശ്നമുണ്ട്, ഷാജി പാപ്പനും പിള്ളേരും വള്ളി പിടിക്കുന്നുണ്ടെന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആണ്. പ്രസൻറ്റും പാസ്റ്റും ഒക്കെ നല്ല രീതിക്ക് തന്നെയാണെങ്കിൽ കണക്ട് ചെയ്യാൻ സാധിച്ചാൽ ഒരു വൻ ഹിറ്റ് തന്നെ ആയിരിക്കും ഒരു സിനിമ. അല്ലെങ്കിലും ബോക്സ് ഓഫീസ് വൈസ് ഈ സിനിമ ഹിറ്റാവുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. എന്തായാലും നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? ഇപ്പോൾ ഇറങ്ങിയ പോസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരുടെ പോസ്റ്റർ ആണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക.